കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ വെക്കേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. നാളെ ജൂൺ 2 സ്കൂളിൽ പോകണം. അപ്പോൾ ശിവാനിക്കുട്ടി വലിയ വിഷമത്തിൽ എങ്ങനെ സങ്കടമായിട്ട് ഇരിക്കുകയാണ്. നാളെ മുതൽ ഇനി അങ്ങോട്ട് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അതിന് ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ നമുക്ക് ബുക്കും ബാഗും എല്ലാം സെറ്റ് ചെയ്തിട്ട് നാളെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം. അപ്പോൾ അത് കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്, ബാക്ക് ടു സ്കൂൾ പാക്കിങ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ബാഗ്, ഇതാണ് എൻ്റെ ബാഗ് കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം ഞാൻ 6th-ലാണ്. അപ്പോൾ ഈ പ്രാവശ്യം കൊണ്ടുപോകുന്ന ബാഗ് ഇതാണ്. നല്ല പ്രഷ്യസ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇത് നമുക്കിന്ന് കൊണ്ടുപോകാം. ദെൻ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ പൗച്ച്, ഇതാണ് എൻ്റെ പുതിയ പൗച്ച് കേട്ടോ ഇത്. അപ്പോൾ ഇതിലാണ് എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. നമുക്കിവിടെ വെക്കാത്. ദെൻ നമുക്ക് ആവശ്യമുള്ളത് ജോമെട്രിക് ബോക്സ് അങ്ങനെ ആവശ്യം വരില്ല, എന്നാലും നമുക്കിത് എടുക്കാം. ദെൻ നമ്മൾക്ക് പേനയും പെൻസിലൊക്കെ വേണമല്ലോ. അപ്പോൾ നമുക്ക് ഇതിലാണ് എൻ്റെ എല്ലാ പേന, പെൻസിൽ, അങ്ങനത്തെ കഴിഞ്ഞ വർഷത്തെ കളക്ഷൻസ് ഒക്കെ ഇതിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിലത്തെ ആദ്യം നമുക്ക് റബ്ബറും കട്ടറും എടുക്കാം. ഈ കട്ടറാണ് കേട്ടോ, അല്ല ഇത് റബ്ബറാണ്. ഈ റബ്ബറാണ് കേട്ടോ എടുക്കുന്നത്. അതുപോലെ ഈ കട്ടറും തുറന്ന് കാണിച്ചത്. അതുപോലെ തന്നെ ശിവാനിയുടെ ഒരു ഗുണമുണ്ട് കേട്ടോ, എല്ലാ സാധനങ്ങളും കളയാണ്ട് ഇങ്ങനെ ശേഖരിച്ച് ഇങ്ങനെ പൗച്ചിലാക്കി ഇങ്ങനെ വയ്ക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, പേന മഷി കഴിഞ്ഞാൽ പോലും അത് ഉപേക്ഷിക്കില്ല. എല്ലാ ആളും ഇങ്ങനെ കൂട്ടി വയ്ക്കും കേട്ടോ. അങ്ങനെ ആ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് അവൾക്ക്. ഇതാണ് ഞാൻ കൊണ്ടുവന്ന റബ്ബർ. ഇതിനി എൻ്റെ കഴിഞ്ഞ വർഷത്തെയാണ്, എന്നാലും ഞാൻ കൊണ്ടുവന്നു. ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല, ഇതുവരെയ്ക്കും ഉപയോഗിച്ചിട്ടില്ല. ഈ ഷാർപ്പ്നറും ഞാൻ ഇതുവരെയ്ക്കും ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇത് നമുക്ക് കൊണ്ടുപോവാം. ദെൻ നമുക്കൊരു പേന എടുക്കണം കേട്ടോ. അതിൽ കൊണ്ടുപോകുന്നത് ഇത് ജെല്ലാണ്, ഒക്ടേനിൻ്റെ ജെൽ പെൻ ഒന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പുതിയതായിട്ട് മേടിച്ച എൽക്കോ ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പേനയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് ഒരു പേനയ്ക്ക് 10 രൂപ വെച്ചിട്ടാണ് തോന്നുന്നത്. റേറ്റ് എന്ന് പറയുന്നത് വലിയ പൈസ ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ നല്ല രീതിയിൽ നല്ലതായിട്ട് 25 rupees അല്ലേ. ഈ ഒരു ഫുൾ പാക്കറ്റിന് 25 rupees. അപ്പോൾ നമുക്ക് ഇന്ന് 2 കളർ ഞാൻ ചൂസ് ചെയ്യാം. ഞാൻ ഒരെണ്ണം ഗ്രീൻ എടുക്കാം, പിന്നെ ഒരെണ്ണം പർപ്പിൾ മതിയില്ലേ? മതി. ഈ 2 എടുക്കാം. എന്തായാലും എഴുതി ഒന്ന് പഠിച്ച് കിട്ടിയാൽ മതി. എന്തെങ്കിലും കൊണ്ടുപോക്കോളൂ. പേന എടുത്തിട്ടുണ്ട്. ഒന്ന് ജെല്ലാണ് ഒക്ടേനിൻ്റെ, ബാക്കി എൽക്കോസ് ഷൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന് 2 പേനയാണ്. ഇത് നമ്മൾ ഇനി എന്തെടുക്കേണ്ടത്? സ്കെയിലാണ്. സ്കെയിൽ നമുക്ക് ഇതായിട്ട് എടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം എൻ്റെ ടീച്ചർ നമ്മുടെ ലാസ്റ്റ് ഡേ ആയിട്ട് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് തന്ന എല്ലാ കുട്ടികൾക്കും കൊടുത്തു. അപ്പോൾ ഈ ഒരു സ്കെയിൽ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ പെൻസിലാണ്. ഓക്കെ, പെൻസിൽ ഇതാ 3 എണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അപ്സരയുടെ മാറ്റ് മാജിക് പെൻസിലാണ്. നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ മതി, അങ്ങനെ ആവശ്യം വരെ. എന്തായാലും ശിവാനിക്കുട്ടിക്ക് ഇപ്രാവശ്യം പേന വെച്ചിട്ടല്ലേ എഴുതേണ്ടത്, പെൻസിൽ അധികം ഉപയോഗിക്കാൻ. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ വെച്ചാൽ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ പേന വെച്ച് എഴുതാം. എന്നാലും മാത്സിലൊക്കെ നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് വരുമല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പെൻസിൽ എടുക്കാം. അതിന് ഫസ്റ്റ് ഒന്നും അങ്ങനെ എടുക്കില്ല കേട്ടോ വിഷയമൊന്നും. നമുക്ക് ഇതിൽ നിന്ന് ഒരു കളർ പെൻസിൽ എടുക്കണം. ഞാൻ എടുക്കുന്നത് ബ്ലൂ ആൻഡ് യെല്ലോ വരുന്നതാണ് കേട്ടോ എടുക്കുന്നത്. ഈ പെൻസിൽ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നൊന്ന് കമന്റ് ബോക്സിൽ. പുറകെ ആരാടി ഇരിക്കുന്നത്? ആ പടം ഇതല്ലേ? ഇതെന്റെ ബ്രദറിനെ കൊണ്ട് ഞാൻ വരപ്പിച്ചതാട്ടോ. അവന് ഞാനൊരു ചലഞ്ച് കൊടുത്തതാ. ഇത് താനോസ് എന്ന് പറഞ്ഞ സ്ക്വിഡ് ഗെയിമിലെ മെമ്പറാണ്. ഞാൻ സ്ക്വിഡ് ഗെയിം എല്ലാ സീരീസും കാണുന്നതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് പിങ്ക് ആണ്. ബ്ലാക്ക് പിങ്ക് ഫാൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ റൊണാൾഡോ, CR7. അപ്പൊ ഈ 3 എണ്ണം ആരൊക്കെയാണ് ഫാൻസ്? അപ്പൊ ശിവാനിക്കുട്ടിയുടെ അനിയനുണ്ട്, അവൻ വരച്ച പടങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അവന് ഈ പഠിക്കുന്നതിലൊരു ഇതില്ല, ആൾക്ക് പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ബ്രദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെ
എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചെയ്യും ഭംഗിയായിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമ്മുടെ പേന, പെൻസിൽ അങ്ങനത്തെ ഒരു സാധനങ്ങൾ കയറ്റാം. ആദ്യം നമുക്ക് 3 പേനകൾ വെക്കാം. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇതൊന്നും അങ്ങനെ ആവശ്യം വരില്ല. പക്ഷെ ടീച്ചർ നെക്സ്റ്റ് ഡേ എന്തൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് പറയും. അപ്പോൾ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ദെൻ നമുക്കിനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്സ് ആണ്. ഞാൻ അധികം സാധനങ്ങൾ അങ്ങനെ കൊണ്ടുപോകാറില്ല. ചില ബുക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം എന്തായാലും ആദ്യത്തെ ദിവസം കുറച്ച് മതിയല്ലോ, ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. നമുക്ക് ആദ്യത്തെ ദിവസം ഇത്ര ബുക്സ് ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് ആകെ കൂടി ഒരു റഫ് നോട്ട് മാത്രം മതി. നോട്ട്ബുക്ക് എല്ലാം ശിവാനിക്കുട്ടി പൊതിഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ആയാലും നോട്ട്ബുക്ക് ആയാലും എല്ലാം പൊതിഞ്ഞ് നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം പൊതിഞ്ഞ് അതിൽ പേരൊക്കെ നെയിം സ്ലിപ്പൊക്കെ വെച്ച് പേരൊക്കെ സൂപ്പറായിട്ടൊക്കെ എഴുതി അങ്ങനെ എല്ലാ തയ്യാറെടുപ്പ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ആള്. പക്ഷെ എനിക്ക് എന്താ വിഷമം എന്നറിയോ ഗൈസ്, എൻ്റെ ഡിവിഷൻ അറിഞ്ഞിട്ടില്ല, അതാണ് എനിക്കൊരു വിഷമം. അപ്പൊ ഇനിയിപ്പോ ഇവർക്ക് ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രണ്ട്സൊക്കെ വേറെ വേറെ ക്ലാസ്സിലാവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ, അതാണ് ഇനി ഇങ്ങനെയൊക്കെ മനസ്സിൽ. അതന്നെ ഗൈസ്, അതാണ് എൻ്റെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം. നമുക്ക് ഒരു റഫ് നോട്ട് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ തൽക്കാലം റഫ് മതി എന്ന് വെച്ച് കഴിഞ്ഞാല് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ടീച്ചർ എഴുതുമ്പോഴത്തേക്ക് അത് നോട്ട് ചെയ്യാനുള്ള എടുത്താൽ മതിയല്ലോ. ഒരു ബുക്ക് ഉണ്ട്, എന്നാലും നമുക്ക് ഇത് നമുക്ക് എൻ്റെ ഒരു ഡയറി ഉണ്ട്, നമുക്ക് ഇതും കൂടി ഒന്ന് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് എത്ര ക്ലാസ് തൊട്ടാണ് പേന ഉപയോഗിക്കേണ്ടത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനൊരു ഗ്ലൂ എടുക്കുന്നുണ്ട് അത്യാവശ്യത്തിന്, ഒരു ഗ്ലൂ നമുക്ക് ഈ ബാഗിൻ്റെ ഉള്ളോട്ട് എല്ലാം വെക്കാം. ജോമെട്രി ബോക്സ് അങ്ങനെ ആവശ്യം വരില്ല, അതുകൊണ്ട് ഞാൻ ഈ സെക്കൻഡ് കല്ലിലാണ് വെക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. എനിക്ക് ജോമെട്രിക് ബോക്സ് അങ്ങനെ ആവശ്യം വരില്ല, പിന്നെ ഈ ബുക്കും അങ്ങനെ ആവശ്യം വരില്ല, അതുകൊണ്ട് നമുക്ക് ഇതിൽ വെക്കാം. ഗമ്മു പിന്നെ ഈ 2 നമുക്ക് ആവശ്യം വരുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അങ്ങനെ കാര്യമായിട്ടുള്ള പാക്കിംഗ് ഒന്നുമല്ല, നമുക്ക് ഹമ്പിൾ ആയിട്ടുള്ള പാക്കിംഗ് ആണ്. ദെൻ നമ്മുടെ ചാനലിൽ 2.48K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് ഉള്ളത്. ഇങ്ങനെ സെലിബ്രേഷൻ ഒന്നും ഇല്ല. ദെൻ നമുക്ക് ഇനി അടുത്ത് 3Kയിലോട്ട് പോകുമ്പോൾ എന്തായാലും ഉറപ്പായിട്ട് സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഒരു നോർമലായിട്ടുള്ള വീഡിയോസ് ആട്ടോ ചെയ്യുന്നത്, വലിയ ഡിജിറ്റൽ ക്യാമറയും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള വൻ സെറ്റപ്പുകളും നമ്മളെ കയ്യിലില്ല. അപ്പോൾ നോർമലായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതിൽ ആരും തെറ്റും കുറ്റവും കുറവും ഒന്നും പറയരുത്. എല്ലാം നിങ്ങൾ ക്ഷമിക്കുക, സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഗൈസ്, എനിക്ക് 4 ഒട്ടുള്ളത് ഒരു കളറിൻ്റെ ഒരു കളക്ഷനാണ്. 4 ഒട്ടുള്ളത്. എൻ്റെ പെട്ടിയൊക്കെ പൊളിഞ്ഞു പോയപ്പോൾ ഞാൻ ഈ ഒരു ബോക്സ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചു അല്ലാതെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2-3 ഒരു 10 കളേഴ്സ് കൊണ്ടുപോകാം. ഇതിൽ നിന്ന് ഇത് അടക്കുക ചെയ്ത് പൗച്ച്. ഓക്കെ, ഞാനിപ്പോൾ ബ്ലാക്ക് എടുക്കുന്നുണ്ട്, ഒരു ലൈറ്റ് ഫ്ലോറസെൻറ്റ് പിങ്ക്, ഫ്ലോറസെൻറ്റ് ഓറഞ്ച്, റെഡ്, ഗ്രീന്. ഇത്രയായി. ഇത്ര കളേഴ്സ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇത് ആവശ്യം വരില്ല, എന്നാലും നമുക്ക് നമ്മുടെ ബാഗിനൊരു വെയിറ്റ് കൊടുക്കണം. വെയിറ്റ് കൊടുക്കണം. ഇതുകൂടി നമുക്ക് ഈ പ്ലേസ് ചെയ്യാം. അപ്പം നാളെ ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ ഫുഡും കാര്യങ്ങളും ഒന്നും കൊണ്ടൊന്നും പോകണ്ട. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരികെ വരാം. പിന്നെ പിറ്റേ ദിവസം തൊട്ടാണ് നമുക്ക് നമ്മുടെ ചുമട് നോക്കേണ്ട പണിയുള്ളത്. ദെൻ നമുക്ക് നമ്മുടെ അപ്പോൾ ഗായ്സ്, എൻ്റെ യൂണിഫോമും കൂടി ഞാൻ കാണിക്കിയത് പാക്കിംഗ് വീഡിയോ ആണ്. എന്നാലും നമുക്ക് എൻ്റെ ഈ വർഷത്തെ യൂണിഫോം കാണിക്കാം കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ബെറ്റിക്കോട്ടും ഷർട്ടും, പിന്നെ ബുധനാഴ്ച വെനസ്ഡേ മാത്രം സ്പെഷ്യൽ യൂണിഫോം ആയിരുന്നു ഇത്. ഇപ്പം ഞങ്ങളുടെ സ്പെഷ്യൽ യൂണിഫോം എന്ന് പറയുന്നത് ഈ പാൻറ്റും ഈ കോട്ടും പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡുള്ള ഒരു കളർ ഷർട്ടാണ്. അത് സെപ്പറേറ്റ് ഞങ്ങൾ തയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ വെൻസ്ഡേ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസങ്ങളും ഈ ഒരു യൂണിഫോമാണ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം.
ഇതാ കണ്ടോ, ഇതാണ് കോട്ട് കേട്ടോ. അത് നമ്മളെ സ്കൂളിൻ്റെ എംബ്ലം കേട്ടോ, ആ കോട്ടിൽ പതിച്ചേക്കുന്നത്. ഇത് സ്കൂളിൻ്റെ എംബ്ലം ആണ്. പിന്നെ ഇതാണ് അതിൻ്റെ ഉള്ളിൽ ധരിക്കാനുള്ള ഷർട്ട്. ഈ ഷർട്ട് എനിക്ക് അങ്ങനെ വലിയതായിട്ടൊന്നും ഇഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇടുമ്പോൾ അതിൻ്റെ കൈ ഭയങ്കര ലൂസാണ് കേട്ടോ, ഇങ്ങനെ കിടക്കും. ഈ ഷർട്ട്, ഈ പാൻറ് ഇതാണ് കേട്ടോ. ഈ ഒരു പാൻറ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം. ദെൻ ഞാൻ ഇനി നിങ്ങൾ ബുക്കൊക്കെ മേടിച്ചോ പൊതിഞ്ഞോ എല്ലാവരുടെ വിശേഷം ഞാൻ തിരക്കുന്നുണ്ട്. അപ്പോൾ ബൈ.